ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ ഇതൊരു 50 മിനിറ്റുള്ള വീഡിയോ ആക്കണം എന്നുള്ള ഒരു ദുരുദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചധികം കാലമായിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പറഞ്ഞ് അത് 50 മിനിറ്റുള്ള വീഡിയോ ആയി. അതിനൊരു ക്ഷമ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയും ഒപ്പം ഇന്നത്തെ ഒരു ദിവസവും തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഒരു കംപ്ലീറ്റ് ക്ലീനിങ് ഡേ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമിലെയും മാസ്റ്റർ ബെഡ്റൂമിലെയും ബെഡ്ഷീറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി അലക്കി ഡ്രയറിലിട്ട് എടുത്താലും മുഴുവൻ അങ്ങോട്ട് ഉണങ്ങി കിട്ടാനൊരു പണിയാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇത്രയും വലിയ ബെഡ്ഷീറ്റ്സിനുള്ള സ്റ്റാൻഡ്. അത് ഉണക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പുതിയ സ്വഭാവങ്ങളൊക്കെ നമ്മൾ റുട്ടീനിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന കുറച്ച് സ്വഭാവങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റം ചെയ്തു. അതിലൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ OCD എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കുറേ ഇഷ്ടമുള്ള കാര്യങ്ങൾ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ കാരണം അല്ലെങ്കിൽ ആവർത്തന വിരസത കാരണം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നായിരുന്നു കേട്ടോ എനിക്ക് പ്രാർത്ഥന. എന്തുകൊണ്ടാണ് എനിക്കപ്പോൾ റിപ്പീറ്റേറ്റീവ് നേച്ചർ വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട്, എന്താണ് എനിക്കപ്പോൾ തോന്നുന്നതെന്നൊന്നും അത്ര റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇനി അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ OCD ഇല്ലാത്ത ഒരാൾക്ക് മനസ്സിലാക്കി എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി OCD ഉള്ള ആൾക്കാർക്ക് തന്നെ ഈ എല്ലാ സ്വഭാവവും ഒരുപോലെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എൻ്റെ ഈ ഒരു OCD ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു OCD ഫിയറിനെ ഫൈറ്റ് ബാക്ക് ചെയ്ത് ചെറുതായി പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ OCD എന്ന് പറയുന്ന സംഗതി മുഴുവനായിട്ട് ക്യൂർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ തെറാപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ പറയുന്ന പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാനെങ്കിലും പറ്റും. ഓരോ ആൾക്കാർക്കും OCD കാരണം വരുന്ന ആങ്സൈറ്റിയും ചിന്തകളും പ്രവർത്തികളും എല്ലാം വ്യത്യാസമാണ്. അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ വേറൊരു OCD ഉള്ള ആൾ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ OCDനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ആ ഒരു ടോപ്പിക്ക് നമുക്കിവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് തിരിച്ചു വരാം. 7 കൊല്ലം മുന്നെയാണ് കേട്ടോ ഞാൻ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പോഴും രാത്രി അലൈനേഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ പല്ലിന് ചെറുതായിട്ട് മാറ്റങ്ങൾ വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ക്ലിപ്പിടുമ്പോൾ സൂക്ഷിക്കുക. അതൊരു ലൈഫ് ടൈം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ട ഒരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും ഒരു 2-3 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ അലൈനർ മാറ്റണം കേട്ടോ. അതുകൊണ്ട് ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പുതിയൊരു അലൈനറൊക്കെ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ ഒരു ഉഴപ്പിൻ്റെ ആശാൻ മാസമായിരുന്നു കേട്ടോ. രാവിലെ എണീക്കുന്ന സമയം 10:30, 11, 11:30 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ജാനുവരിയിൽ നമ്മൾ റിയൽ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ റുട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്ത് സമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. ഈ ജാനുവരിയിലും നമ്മൾ ഫിറ്റ് കപ്പിളിനായിട്ട് ഒരു പ്രോഗ്രാം എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ അത് കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു നമ്മുടെ കുറച്ച് മടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരാൾ നമ്മൾ വർക്കൗട്ട് ചെയ്തോന്നും ഒരാൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കും കുറച്ച് റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് സെറാവിയുടെ ഫേസ് വാഷാണ്, ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എനിക്കത് ഭയങ്കര സ്കിന്നിൽ ഗുഡായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഒരു ഹൈൽറോണിക് ആസിഡും പിന്നെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമാണ് ഇപ്പോൾ രാവിലെ ഉപയോഗിക്കാറ്. സിമ്പിളായിട്ടുള്ള രീതിയിലോട്ട് സ്കിൻ കെയർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാണല്ലോ ശാസ്ത്രവും അതേപോലെ ഈ ഒരു മേഖലയിൽ കുറച്ച് വിവരമുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു സൈഡിൽ നിന്നും കൊണ്ട് വീട്ടിലിരിക്കുകയാണെങ്കിലും രാവിലെ സമയങ്ങളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് ശീലിച്ചു പോയില്ലേ, ഇനി അതൊക്കെ ഉപയോഗിച്ച് പോകുന്നതായിരിക്കും നല്ലത്. വിഷ്ണു എണീറ്റിട്ടുണ്ട്. നമ്മൾ 2 പേരും തമ്മിൽ ചെറിയൊരു റൂളുണ്ട് കേട്ടോ. ആരാണ് ലാസ്റ്റ് എണീക്കുന്നത് അയാൾ വേണം ബെഡ് കംപ്ലീറ്റ് വിരിച്ച് അടിപൊളിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരൊറ്റ റീസൺ കാരണം നമ്മൾ 2 പേരും കൂടെ ചെറുതായിട്ടൊന്ന് മത്സരിക്കാറുണ്ട് ആരാ രാവിലെ നേരത്തെ എണീക്കുകയെന്ന്. നമ്മൾ ബെഡ് സൈഡ് ലാമ്പ് ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ ഉപയോഗിക്കാൻ എളുപ്പമുള്ള രീതിയിലോട്ട് മാറ്റിയതായിരുന്നു. ഐക്യന്നാണ് ഇത് വാങ്ങിയത്. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ലാമ്പൊന്നും അല്ല. എന്തായാലും മുകളിലെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു ബൗളാണ്. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് പണികൾ മുകളിലിരുന്ന് ചെയ്യുമ്പോൾ വിശന്ന് കഴിഞ്ഞപ്പോൾ ഫുഡ് മുകളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് ഒരു ചെറിയ ഗ്ലാസ് ചൂടുവെള്ളം വെച്ചിട്ടാണ് കേട്ടോ. ചിലപ്പോൾ അതിൽ ചിയാ സീഡും ആഡ് ചെയ്യാറുണ്ട്. വിഷ്ണു ഇപ്പോൾ തുടങ്ങിയ പുതിയൊരു ശീലമാണ് രാവിലെ കാപ്പി കുടിച്ച് തുടങ്ങുക എന്നുള്ളത്. അതിനുവേണ്ടി പുതിയ കോഫി മെഷീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ ശരിക്കും ടാപ്പ് വാട്ടർ ഡ്രിങ്കിങ് വാട്ടർ ആണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളും വേണമെങ്കിൽ 1-2 വർഷങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് അസുഖം ടാപ്പ് വാട്ടർ വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് കണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫിൽറ്റർ വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ.
ഇതിപ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞ ഒരു 22 ദിവസമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫിറ്റ് കപ്പിളിനായിട്ട് ഒരു പ്രോഗ്രാം എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് ഭയങ്കര ഒരു വെയിറ്റ് ലോസ് ഒന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും കുറച്ചും കൂടെ ലൈഫിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാനും കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ വരുന്ന കാര്യമാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ചെയ്യുന്ന വർക്കൗട്ടും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അവരുടെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷം ഞാൻ ഇവരോടൊപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വാട്സാപ്പ് വഴിയായിരുന്നു എല്ലാ കമ്മ്യൂണിക്കേഷനും. പക്ഷേ ഇത്തവണ കുറച്ചും കൂടെ ഈസി ആയിട്ട് എല്ലാ കാര്യവും നമുക്ക് ആപ്പ് വഴി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ എൻറോൾ ചെയ്യുന്ന പ്രോഗ്രാം അനുസരിച്ച് നമ്മുടെ കാലറി ഇൻടേക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഏതാ, ലഞ്ച് ഏതാ, അല്ലെങ്കിൽ മിഡ് മീൽ ഏതാന്നുള്ളതൊക്കെ അനുസരിച്ച് നമുക്ക് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ കാലറി നമ്മൾ മുഴുവൻ കഴിച്ചോ എക്സീഡ് ചെയ്തോ എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. അതിൻ്റെ ഒപ്പം നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്കൗട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആപ്പിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ വാട്ടർ ഇൻടേക്കും നമുക്ക് ഇവിടെ തന്നെ മോണിറ്റർ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ഒരു UI ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ ഏകദേശം ഒരു 22 ഡേയ്സായി ഇവരായിട്ടുള്ളൊരു പ്രോഗ്രാം ഈ ഒരു വർഷം ചെയ്തിട്ട് കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫാർ സോ ഗുഡായിട്ടാണ് പോണേ. നമുക്ക് എത്രയാണ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കേണ്ടത് കൂട്ടേണ്ടത് എന്നുള്ള ഗോൾസൊക്കെ നമുക്ക് ആപ്പിൽ തന്നെ സെറ്റ് ചെയ്യാം. നമുക്ക് അസൈൻ ചെയ്ത ഡയറ്റീഷ്യൻ അതേപോലെ തന്നെ ട്രെയിനറുമാണ് നമുക്ക് വേണ്ട ഡയറ്റും അതേപോലെ തന്നെ വർക്കൗട്ടും സജസ്റ്റ് ചെയ്യാം. ഇവർ രണ്ടുപേരെയായിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ ചെയ്ത വർക്കൗട്ട്സും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാനും പിന്നെ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് എന്താ കഴിച്ചതെന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തും കൊണ്ട് നമുക്ക് ഡയറ്റീഷ്യനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എൻ്റെ എക്സ്പീരിയൻസിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് എനിക്കുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിച്ചു, കഴിക്കണം, കഴിക്കേണ്ട, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അപ്പം തന്നെ എനിക്ക് റെസ്പോൺസ് കിട്ടാറുണ്ട്. ഇത് വിഷ്ണുവിൻ്റെ ഒരു സ്വഭാവമാണ്. രാവിലെ എണീറ്റ് വന്ന് കാപ്പി കുടിക്കുന്നതിൻ്റെ ഒപ്പം കുറച്ച് നേരം TV കാണും കേട്ടോ. TV-യിലധികം പഴയ കുറച്ച് സിനിമകൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം കാണാം. ഈ വീക്കെൻഡ്സ് ആയി കഴിഞ്ഞാൽ രാവിലെ ന്യൂസ് വെക്കും. അതെനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പലപ്പോഴും എണീറ്റ് ഉടനെ കേൾക്കാൻ പറ്റുന്ന അത്ര സുഖകരമായ പോസിറ്റീവ് ന്യൂസൊക്കെ കാണുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയാൽ നല്ലതാണെന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഇപ്പോൾ കുറച്ച് സംഗതികളൊരു പ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാറുണ്ടെന്ന് പറയാം കേട്ടോ. ഞാൻ ഡെയിലി 2 മുട്ട വെച്ച് കഴിക്കാറുണ്ട്. പിന്നെ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് സംഗതികളും കൂടെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വർഷവും നമുക്ക് ഒരു 1 to 2% നമ്മുടെ മസിൽ ലോസ് വരുമെന്ന് പറയും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ മേലിൽ വരുന്ന കുറേ ശരീരവേദന നമുക്ക് മസിൽ ലോസിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതൊന്ന് ചെറുതായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറുതായിട്ടുള്ള രീതിയിലെങ്കിലും ഒരു മസിൽ ട്രെയിനിങ്ങും അതിൻ്റെ ഒപ്പം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതുമാണ്. ഈ ഒരു കൊല്ലം എനിക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ളൊരു കാര്യം ഇതാണ്. കുറച്ചും കൂടെ ഒന്ന് മസിൽ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യും. അതായത് വലിയ മസിൽമാൻ ആവണമെന്നല്ല, ചെറുതായിട്ട് മസിൽ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. ഇന്നലെ ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്തൊരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചെറുതായിട്ടൊരു റെസ്റ്റ് ഡേ ആയിട്ട് എടുക്കാം. കുറച്ച് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പോൾ രാവിലെ ഒരു മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇതും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയേ ഉള്ളൂ. തുടക്കത്തിലൊക്കെ 5 മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 9-10 മിനിറ്റ് വരെയൊക്കെ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഭയങ്കര ഡീപ്പായിട്ട് എൻ്റെ പല ഇമോഷൻസിനായിട്ടും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയും പല നല്ല ഓർമ്മകൾ റീകോൾ ചെയ്യാൻ പറ്റുന്നത് പോലെയും കുറേ വേണ്ടാത്ത കാര്യങ്ങൾ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഒറ്റയ്ക്കിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ മാത്രമുള്ളൊരു മെൻ്റൽ പവർ നമുക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെറുതായിട്ടുള്ള രീതിയിൽ 1-2 സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ മസിലൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ. ഞാനിപ്പോൾ വീക്ക്ലി 3 ദിവസമാണ് കേട്ടോ ജിമ്മിൽ പോവാറ്. ഒരു ദിവസം സ്വിമ്മിങ് ഉണ്ട്, ഒരു ദിവസം ചുമ്മാ നടക്കാനോ ജോഗിങ്ങിനോ വേണ്ടി പോവും, പിന്നെ ഒരു ദിവസം കംപ്ലീറ്റ് ഈ കാണുന്നത് പോലെ ഒരു റെസ്റ്റ് ഡേ ആണ്. നമ്മുടെ കിച്ചൺ വേസ്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ വേസ്റ്റ് എടുക്കാൻ വരുന്ന ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ബാസ്ക്കറ്റ് നമ്മൾ പുറത്ത് കൊണ്ടുവയ്ക്കണം. അവിടുന്ന് അവരെല്ലാ വേസ്റ്റും എടുത്ത് കളക്ട് ചെയ്ത് അവർ പോവും. വേസ്റ്റ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് വിഷ്ണുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറയുകയാണെങ്കിൽ കുറച്ചധികം എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടെ പറയാനുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. ഒന്ന്, കുറച്ചധികം കാലമായിട്ടുണ്ടായിരുന്നു നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഓൾറെഡി
എനിക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം കഴിഞ്ഞ ഒരു ഫ്യൂ മന്ത്സായിട്ട് എനിക്ക് എന്തോ ഒരു ടൈപ്പ് ഓഫ് മെൻ്റൽ ഫോഗിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു 4-5 ടാസ്ക് ഒരുമിച്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പ്രയോറിറ്റൈസ് ചെയ്ത് ഏതിന് ഏത് പ്രയോറിറ്റി കൊടുക്കണം, ഏത് അവസാനം ചെയ്യണം ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. അതിലാകെ പാനിക്കായി പോവുക. ലൈഫിൽ ഒരു കാര്യം ചെയ്യാനും ഒട്ടും സമയം കിട്ടാത്തതുപോലെ തോന്നുക. എപ്പോഴും ബിസിയാണ്, എന്നാൽ വേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ഓൺ ടൈം ചെയ്ത് തീർക്കുന്നില്ല. അതിൻ്റെ റിസൾട്ട് എനിക്ക് കഴിഞ്ഞൊരു ഫ്യൂ മന്ത്സായിട്ട് 2-3 മന്ത്സായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഞാൻ മുന്നേ ചെയ്തിരുന്ന പല കാര്യങ്ങളും അതേ പേസോട് കൂടിയോ അല്ലെങ്കിൽ അതേ സ്പീഡോട് കൂടിയോ അല്ലെങ്കിൽ അതേ എൻജോയ്മെൻറ്റ് എന്തൂസിയാസത്തോടു കൂടിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്ക് ലൈഫിൽ എന്ത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരാളാണ്. ഇപ്പോൾ ഒന്ന് ഇവിടുന്ന് ആൽബർട്ടൈനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആൽബർട്ടൈനിൽ എന്ത് വാങ്ങിക്കണം എന്നുള്ളത് ഞാൻ അവിടെ എത്തുന്നത് വരെ ചിന്തിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് അതെങ്ങനെ സ്റ്റൈൽ ചെയ്യണം, പെയർ ചെയ്യണം, അങ്ങനെ ഓരോരോ ചെറിയ കാര്യങ്ങൾക്ക് വരെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരു കഴിഞ്ഞ 3-4 മാസമായിട്ട് എല്ലാം ഭയങ്കര നോർമലായിട്ട് ഫീൽ ചെയ്യുക. റിയൽ ലൈഫിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോടൊന്നും ഭയങ്കര കണക്റ്റഡ് അല്ലാത്തതുപോലെയോ അല്ലെങ്കിൽ അത്ര ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ അത്ര ഒരു രസം അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് നോർമലാണ്, അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു കാണേണ്ട ഒരാവശ്യമൊന്നുമില്ല, അത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ജാനുവരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടിട്ട് ഞാൻ കുറച്ചും കൂടെ എനിക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനും എനിക്കൊരു റീസൺ ഞാൻ കുറേ തപ്പിയെങ്കിലും എനിക്ക് ഒന്നും അങ്ങോട്ട് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്തുകൊണ്ടാണ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത്. ലേറ്റർ ഒരു സെക്കൻഡ് വീക്കൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ട് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മെഡിറ്റേറ്റിംഗ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ കാര്യങ്ങളിലോട്ടൊരു ഇൻസൈറ്റ് കിട്ടുന്ന പോലെ നമ്മൾ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുക, കുറച്ച് പീസ്ഫുൾ ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നമ്മളെ പറ്റിയിട്ടൊക്കെ ഒന്നും കൂടെ ഒന്ന് കാര്യമായിട്ട് ചിന്തിക്കുമല്ലോ, വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നതിനേക്കാളും മൈൻഡൊക്കെ ഒന്ന് പീസ്ഫുള്ളായിട്ട്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യമായിരുന്നു, ഞാൻ ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് സ്ക്രോൾ ചെയ്യുന്നത് കൂടുതലാണ് എന്നുള്ളത്. ഇത് ഞാൻ പറയുന്നത് എത്ര ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും എനിക്ക് ഇത് പറയണമെന്ന് തോന്നി. ഇപ്പോൾ ഷോർട്സും റീൽസും ഒരു 1 മിനിറ്റിൽ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ 1.5 മിനിറ്റിൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോണുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സ് അല്ലെങ്കിൽ റീൽസിലോട്ട് പോകും. ഇപ്പോൾ ഞാനും വിഷ്ണുവും കൂടെ പുറത്തു പോവാണ്. വിഷ്ണു ഒരു കടയിൽ പോയിട്ട് ഒരു കോഫി എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ചിപ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫ്രണ്ടിനെ കണ്ടൊരു ഹായ് പറയാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കാറിലിരിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ മൊബൈൽ എടുത്തിട്ട് ഞാൻ റീൽസ് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇനി അതല്ല, ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ 1-2 മീറ്റിംഗ്സിൽ ഇരിക്കുകയാണെങ്കിൽ മീറ്റിംഗ്സിൽ എപ്പോഴെങ്കിലും എനിക്കൊരു ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ അപ്പം ഞാൻ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. കുക്ക് ചെയ്യുന്നതിനിടയിൽ ഞാൻ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. ഞാൻ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ഈ സ്ക്രോളിംഗ് ഒന്നും ഒരു രീതിയിലും ഞാൻ ചെയ്യുന്നൊരു ജോലിയിനോട് എനിക്ക് ഇൻപുട്സ് തരുന്ന രീതിയിലുള്ള സ്ക്രോളിംഗ് ആയിരുന്നില്ല കേട്ടോ. ചുമ്മാ ഇരുന്ന് സ്ക്രോൾ ചെയ്യില്ലേ, റാൻഡം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതും എങ്ങനെ ഇപ്പം ഞാനത് കറക്റ്റായിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില വീഡിയോ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവില്ല, അടുത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു 1-2 മിനിറ്റിൽ നിർത്തണമെന്ന് വിചാരിച്ച കാര്യം നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ ഒരു 1/2-3/4 മണിക്കൂർ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡോപ്പമിൻ റഷ് കാരണമാണോ എന്താന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ലൈഫിൽ വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നിയൊരു കാര്യമായിരുന്നു. ഇത് ശരിയാണോ അല്ലേന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിനെനിക്ക് തോന്നിയ വേറൊരു കാര്യം, നമ്മളിപ്പോൾ TV മുന്നേ ഒരു മൂവി കാണുകയാണെങ്കിലും
ഞാൻ മൂവിയിൽ ഇൻവോൾവ് ആവുന്നതിൻ്റെ ഒപ്പം ഞാൻ മൊബൈലിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എൻ്റെ അറ്റൻഷൻ സ്പാൻ പോലും അത്ര ചെറുതായി വന്നതുപോലെ എനിക്ക് തോന്നുക. ഇതിപ്പോൾ ഞാൻ ഷോർട്സിന് അല്ലെങ്കിൽ ഒരു റീൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയൊന്നുമല്ല. എനിത്തിങ്, ലോകത്തിൽ എന്ത് കാര്യമാണെങ്കിലും അമൃതാണെങ്കിലും അധികമായാൽ വിഷമാണ്. ഇപ്പം നമ്മൾ അധികമായിട്ട് ഒരാളെ സ്നേഹിക്കുകയാണെങ്കിലും അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റ് നമ്മൾ ലൈഫിൽ കൊണ്ടുവരണം എന്ന് റിയലൈസ് ചെയ്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 10 days നോ സ്ക്രോൾ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തന്നെ എടുത്തു. 10 ദിവസം ഞാൻ തീരെ സ്ക്രോളിങ്ങിൽ ഇൻവോൾവ്ഡ് ആവില്ല എന്നുള്ളത്. മൊത്തമായിട്ട് ഷോർട്സിനോ റീൽസിനോ മാറി നിൽക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ളതാണ്. ലോകത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ പവർഫുൾ ആൻഡ് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തമായിട്ട് ആ ഒരു ടെക്നോളജിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷെ എന്നാലും എൻ്റെ ആക്ടിവിറ്റിക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 10 days ഞാൻ ഷോർട്സൊന്നും റീൽസൊന്നും ഒന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതെനിക്ക് ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഭയങ്കരമായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ആ സമയം കൂടുതൽ ലോങ് വീഡിയോസ് ഇല്ലേ, ഒരു മൂവി ആണെങ്കിൽ മൂവി, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഏതെങ്കിലും യൂട്യൂബറുടെ വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോസ് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ മുഴുവൻ ഫോഴ്സ്ഫുള്ളി ഞാൻ എന്നെ തന്നെ ഇരുത്തി കാണിക്കാൻ വേണ്ടി തുടങ്ങി. അതെനിക്ക് ഭയങ്കര ചേഞ്ച് ആയിരുന്നു. തുടക്കത്തിലൊന്നും എനിക്കൊരു 5 minute പോലും എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ കടന്ന് വെപ്രാളം പിടിക്കുകയായിരുന്നു. പിന്നെ ലേറ്റർ എനിക്കത് 5 minute 10 minute 15 minute കാണാൻ വേണ്ടി പറ്റി. പിന്നെ പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, മുന്നേ ഞാൻ പോഡ്കാസ്റ്റ് കേട്ടിരുന്ന ഒരാളാണ്. ഓരോരുത്തരുടെ ലൈഫിൽ നടക്കുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കാനുള്ള ഒരു സമാധാനം, സമയം ഒന്നും എനിക്കില്ലാത്തതുപോലെയായിരുന്നു. കാരണം ഒരു 5 minute കേൾക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ 1 minute 2 minute ഒക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മടുക്കും, നമ്മൾ വേറൊരു കാര്യത്തിലോട്ട് പോകും. അത്ര പോലും എഫേർട്ട് ഇടാൻ വില്ലിങ് ആവാത്ത ഒരു സ്വഭാവം എനിക്ക് വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലോലി ഒരു 10 days നോ സ്ക്രോൾ എന്നുള്ള ചാലഞ്ച് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് വേണ്ട കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാനും, എനിക്ക് കുറച്ചും കൂടെ ആ ഒരു മെന്റൽ ഫോഗിങ് മാറി. റിയലി എനിക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വന്നു ലൈഫിൽ. എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ മൊത്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഞാൻ സ്ക്രോൾ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് 2 type ഓഫ്, ഇപ്പം ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 2 type ഓഫ് സ്ക്രോളിങ് ആവശ്യം വരും. ഒന്ന് എൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും, ഒന്ന് കണ്ടന്റ്സ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതിനൊക്കെ പ്രോപ്പർ ലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനേക്കാളും ഞാനിപ്പോൾ ശ്രമിക്കുന്നത്, ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ മൊത്തമായിട്ട് ഫോക്കസ് ചെയ്യാനും, അതിൻ്റെ ഇടയിൽ 1 minute അല്ലേ ഉള്ളൂ 2 minute അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചത് സ്ക്രോളിങ് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ മൊത്തമായിട്ട് പറയുന്നത് എത്ര ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നോ ഒന്നും എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് തന്നെ ഞാൻ ഷോർട്സിന് അഗെയിൻസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ഷോർട്സ് ചെയ്യൽ നിർത്തിക്കൂടെയെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു വേ എന്നുള്ളത്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ലിമിറ്റ് വെക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിഷ്ണു ഒരു ഡെവലപ്പറാണ്. 24 മണിക്കൂർ വിഷ്ണു ഇരുന്ന് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. വിഷ്ണുവിനുണ്ടായിരുന്നു കേട്ടോ സ്വഭാവം. അത് നമ്മൾ ഭയങ്കര സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. വിഷ്ണു രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് കോഡ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ പിന്നെ ഒരു 5 6 മണി എണീറ്റ് കോഡ് ചെയ്യുമ്പോൾ തലയ്ക്ക് മൊത്തം ഒരു കനം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേറെ ഒരു വേർഷനിലുള്ളൊരു കാര്യമാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നി ഇത് ഷെയർ ചെയ്യണം. ആരൊക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സിമിലർ ഫേസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് ഹെൽപ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും അതിനുശേഷമാണ് ഞാൻ മെഡിറ്റേഷൻ പരിപാടിക്കൊക്കെ കുറച്ച് ഇറങ്ങി തുടങ്ങിയത്. തുടക്കത്തിലൊക്കെ 5 minute ഞാൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. കാരണം 5 minute കൂടുതലൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒരു 10 minutes വരെയൊക്കെ എനിക്ക് മെഡിറ്റേഷൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ ഇൻവോൾവ്ഡ് ആവാൻ പറ്റുന്നുണ്ട് എൻ്റെ കാര്യങ്ങളിൽ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അധികം സമയം കളയണ്ട, നമുക്ക് പോയിട്ട് ഇന്നത്തെ കാര്യങ്ങളിലോട്ട് കിടക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ആദ്യം. കമാൺ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് സ്മൂതിയാണ്, ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചോറ് നന്നായി കഴിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് സ്മൂതി ഒന്നും അല്ല കേട്ടോ. നമ്മളിവിടെ നല്ലോണം ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. രാവിലെ പൊതുവെ ഇവിടെ മാത്രമല്ല എനിക്കറിയുന്ന ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഭയങ്കര സംഭവമൊന്നുമല്ല.
എല്ലാവരും ജോലിക്ക് കയറുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഭയങ്കര ലളിതമായിട്ടാണ് എല്ലാവരും കഴിക്കാറ്. അധികം ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ചില ആൾക്കാർ എഗ്ഗോ അല്ലെങ്കിൽ കോൺഫ്ലേക്സോ അല്ലെങ്കിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഞാൻ അതിന്ന് ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ടായിരുന്നു സ്മൂതി അല്ലെങ്കിൽ എന്തെങ്കിലും സ്മൂതി ബൗള് പോലെ അല്ലെങ്കിൽ ഓട്സിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് അധികം കഴിക്കാറ് കേട്ടോ. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ എനിക്ക് ചോറ് കഴിക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തലേന്നത്തെ ഡിന്നർ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അടുത്ത ദിവസത്തേക്ക് ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ഉണ്ടാവുമായിരിക്കും, അത് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ തന്നെയാണ്. അലക്സ സ്റ്റോപ്പ്. അപ്പോ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ചോറ് കഴിക്കാൻ തന്നെയാണ്. എനിക്ക് ഇടയ്ക്ക് ചോറ് ക്രേവ് ചെയ്യുന്നതാണ്. നോട്ട് ലൈക്ക് ഞാൻ എന്റെ വീട്ടിൽ സ്മൂതിയും ബ്രെഡും മാത്രമേ കുക്ക് ചെയ്യുള്ളൂ എന്നുള്ളത്. ലോങ് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഷോർട്സ് മാത്രം കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും. ഞാൻ ഇവിടെ എല്ലാവിധ സാധനങ്ങളും കുക്ക് ചെയ്യാറുണ്ട്. പോട്ടെ. സ്മൂതികളുടെ രാജാവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആപ്പിൾ അവക്കാഡോ സ്മൂതിനെ വിളിക്കാം. ഭയങ്കര ക്രീമിയാണ്, നല്ല ടേസ്റ്റ് ആണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു 2-3 ഡേറ്റ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി മധുരം ഉണ്ടായിരിക്കും. നമ്മൾ ഫിറ്റ് റീഡ് കപ്പിളിനായിട്ടുള്ള പ്രോഗ്രാം ഫസ്റ്റ് ടൈം കഴിഞ്ഞ കൊല്ലം ജാനുവരിയിലാണ് ചെയ്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃത്യമായിട്ട് ജാനുവരി 5-ാം തീയതിയാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ആവശ്യം തോന്നിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അത്. കാരണം ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും വെക്കേഷൻസിലൊക്കെ ആയിരിക്കും. ഇഷ്ടമുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്യും, ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇഷ്ടമുള്ള അത്ര അളവിൽ കഴിക്കും. പിന്നെ നമ്മൾ വർക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ നിർത്തിവെക്കും. എല്ലാവരും വെക്കേഷൻസിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ അത്യാവശ്യം നല്ലോണം ഇരുന്ന് കഴിച്ചതിന്റെ മുകളിൽ മാത്രം നല്ലോണം വെയിറ്റ് കൂടുന്ന ഒരു മാസമാണ് ഡിസംബർ. ജാനുവരി ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ രണ്ടുപേരും റിയലൈസ് ചെയ്തത് നമുക്ക് നല്ലോണം വെറുതെ ഇരുന്ന് കഴിച്ചിട്ടുള്ള തടി മാത്രം കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് ആയിട്ട് ഞാൻ വെക്കാറ് ഒരു 58-59 ഒക്കെയാണ്. അതിൽ മൊത്തത്തിൽ എനിക്ക് എൻ്റെ ബോഡി കൊണ്ട് നടക്കാൻ കുറച്ച് എളുപ്പമുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത് ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ 63 ആയിട്ടുണ്ടായിരുന്നു. വിഷ്ണു 83 ആയിട്ടുണ്ടായിരുന്നു. വിഷ്ണു എത്രയെന്ന് 83 ആയതെന്ന് എനിക്കറിയില്ല. 83 ആയിട്ടുണ്ടായിരുന്നു. ഇതൊരിക്കലും തടി കൂടുന്നത് ഒരു പ്രശ്നമായിട്ടൊന്നും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. അതിന് തക്കതായിട്ടുള്ള റീസൺ ഉണ്ട്. നമ്മുടെ ബോഡി ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ തടി കൂടുന്നത് എനിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ എൻ്റെ ഒരു ബേസിക് ഫിസിക് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഞാൻ കഴിച്ച് അനാവശ്യമായിട്ടുള്ള കുറേ ഫ്രൈഡ് ഫുഡ്സും ജങ്കും ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഡിസംബറിൽ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കും വിഷ്ണുവിനും വെയിറ്റ് കുറച്ച് കുറയ്ക്കണം അതിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളത് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫിറ്റ് റീഡ് കപ്പിളിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പ്രൊമോഷൻസ് കണ്ടിട്ടായിരുന്നു നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 1 മന്ത് പ്രോഗ്രാം ആയിരുന്നു നമ്മൾ അവരായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. Jan 5th സ്റ്റാർട്ട് ചെയ്തിട്ട് Feb 5th വരെ ആയിരുന്നു പ്രോഗ്രാം. ഒരു Jan 20-25 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ചേഞ്ചസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനീഷ്യൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 10 days നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ കഴിക്കുന്ന പാറ്റേണിൽ തന്നെ മൊത്തത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളും എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ട്, കഴിക്കുന്ന നമ്പർ ഓഫ് ടൈംസ് കൂട്ടുന്നുണ്ട്. കാർബ്സിന്റെ അളവ് നമ്മൾ കുറച്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് തലവേദന, ക്ഷീണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ, ക്രേവിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഷുഗറും കാര്യങ്ങളൊക്കെ പറ്റി നിർത്തുമ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരാനും മൂഡ് സ്വിംഗ് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ആദ്യത്തെ 10 ദിവസം അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു അതിലൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊരു ഹരം തോന്നൂല ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ രണ്ടുപേരും പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ 59 kg ആയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം കഴിയുമ്പോഴൊക്കെയല്ല കേട്ടോ, കാരണം ഞാൻ പ്രോഗ്രാം കഴിയുമ്പോൾ 59 ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന് കഴിയുമ്പോഴേക്ക് ഒരു 78-79 ഒക്കെയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരുടെ വെയിറ്റ് ഓരോ രീതിയിലാണല്ലോ കുറയുക. പക്ഷെ അത് കഴിഞ്ഞും കുറച്ചു കാലം നമ്മൾ സെൽഫായിട്ട് അങ്ങനത്തെ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വിഷ്ണു വെയിറ്റ് 75-76 റേഞ്ചിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാം കൊണ്ട് പേഴ്സണലി നമുക്കുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് എത്ര അളവിൽ എങ്ങനെ ഫുഡ് കഴിച്ച് എത്ര വർക്ക്ഔട്ട്സും കാര്യങ്ങളും ഒക്കെ ചെയ്യണം, ഒരു ഈറ്റിംഗ് ഹാബിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജാനുവരി തൊട്ടിട്ട് ഈ ഒരു വർഷം ഫുള്ള്
നമ്മൾ കുറച്ചൊക്കെ ഒരു നേരം കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മറ്റൊരു നേരം കാലറി കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ചോയ്സ് ആണ് കേട്ടോ. ചിലവർ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ തിരിച്ച് അതേപോലെ ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ചോയ്സ് കുറച്ച് ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ്, കുറച്ച് വേണ്ട കാര്യങ്ങൾ കാലറി നോക്കി കഴിക്കുക എന്നാണ് നമ്മുടെ രണ്ടുപേരുടെയും പ്രിഫറൻസ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡിസംബർ മാസമായാൽ പിന്നെയും നമ്മൾ കുറച്ച് കയ്യിൽ നിന്ന് പോകുമല്ലോ. ഇത്തവണ അധികം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു ഡിസംബർ ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഫുഡ് കഴിച്ചു തുടങ്ങുമല്ലോ. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊരു വേണ്ട ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത് ഏകദേശം ഒരു വർഷത്തോളം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കുന്നത് നമ്മൾ ഈ ഡിസംബറിൽ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നില്ലേ ഒരു ഡിസംബറിൽ. എന്നാലും നമ്മൾ ജാനുവരി ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 1 month പ്രോഗ്രാം ഇവരെയായിട്ട് എൻറോൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ ആ ഒരു പ്രോഗ്രാമിലാണ്. അതുകൊണ്ട് ഈ ഒരു വർഷം നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഈറ്റിംഗിൽ കുറച്ചും കൂടെ ഡിസിപ്ലിൻ കൊണ്ടുവരിക. വിഷ്ണുവിന് ഇത്തവണ അധികം ഭയങ്കര വെയിറ്റ് ലോസ് ഒന്നും ഇല്ല കേട്ടോ. 78 ആയിട്ടുണ്ടായിരുന്നു വിഷ്ണു. അത് വിഷ്ണു 76 ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. 2 kg ഒന്നും നമ്മളൊരു പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും അതൊക്കെ നമ്മൾ തന്നെ ട്രൈ ചെയ്താൽ കുറയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ ഇത്തവണ എൻറോൾ ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, കുറച്ചും കൂടെ മസിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഒരു റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. സോ ഫാർ സോ ഗുഡ് ആയിട്ടാണ് പോകുന്നത്. ഒരു പ്രോഗ്രാം എപ്പോഴും കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണല്ലോ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ അവരുടെ ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഇപ്പൊ മീൽ പ്ലാനിങ് അല്ലെങ്കിൽ മീൽസ് പ്രിപ്പയർ ചെയ്യുന്നത്, ഓരോരോ ഹെൽത്തി ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ കുറച്ച് വർക്ക്ഔട്ട്സും കാര്യങ്ങളും, എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ആണ് അവരുടെ അവൈലബിൾ ആയിട്ടുള്ള, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇന്ന് 23 ഇനി ഇത്തവണ നമ്മൾ ജാനുവരി 2 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫെബ് 2 വരെയാണുള്ളൂ. അവസാനമൊക്കെ ആയിട്ട് നമ്മുടെ കുറച്ച് ഗോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മടി വരും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പൊ ആ ഒരു ഫേസിലാണ്. എന്തായാലും എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും കൂടെയാണ് കേട്ടോ ഞാൻ ടീമിനെ പറ്റിയിട്ട് ഷെയർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഗുഡായിരുന്നു അവരുടെ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഈ ഒഴിവ് സമയം ചെറുതായിട്ടൊന്ന് ആനന്ദകരമാക്കാൻ വിഷ്ണു ചെറിയ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്കൊരു കാലണ്ടർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാനും പ്രോപ്പറായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യേണ്ട ദിവസവും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലണ്ടർ വിഷ്ണു കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കുകയാണ്. ഇത് പ്യുവർലി വിഷ്ണുവിന് ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ഒക്കെ വിഷ്ണുവിന് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു ഐഡിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രസത്തിലാണ് സംഗതി പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ആവശ്യം, എങ്ങനെയൊക്കെയാണ് എൻ്റെ വർക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള റിക്വയർമെൻറ്റ്സ് ഇവിടെ ഞാനാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയിട്ടൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ കാര്യമായിട്ടുള്ള ഭയങ്കര വേർക്കുന്ന ഒരു വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുളിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ എൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കട്ടെ. അങ്ങനെ എൻ്റെ ഇന്നത്തെ തൽക്കാലം പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. എല്ലാ തവണയും വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ഞാൻ എൻ്റെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ അവസാനിപ്പിക്കാറുണ്ട്. പക്ഷെ ഇന്നെന്തോ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ എന്താണ് എൻ്റെ പരിപാടി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമെന്ന്. എന്താണ് ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ഒരു ദിവസം ഒന്ന് ചെറുതായിട്ട്, ഞാൻ ഇപ്പം എല്ലാവരുടെയും ഇങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല കേട്ടോ. എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല. മുന്നേ ഞാനൊരു 9 to 5 ആയിരുന്നു, ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ QA ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. മെയിൻലി എനിക്ക് ഹാർഡ്വെയർ ടെസ്റ്റിംഗ് ആയിരുന്നു വരുന്നുണ്ടായിരുന്നു, ഇലക്ട്രോണിക്സിൽ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മാനേജർ അല്ലെങ്കിൽ ടീം ലീഡ് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതായിരുന്നു എൻ്റെ മുന്നത്തെ ഒരു ദിവസത്തിൽ വരുന്ന എൻ്റെ ജോലി. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അതൊന്ന് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. മേ ബി വേണമെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അതുകൊണ്ട് ഇതൊരു വർക്കായിട്ടോ ജോലിയായിട്ടോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. രസത്തിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാനിങ്ങനെ ചെയ്തു പോകുന്നു എന്നാണ് തോന്നാറ്. അപ്പം മെയിൻലി ഇതിൽ വരുന്നൊരു കാര്യം, ഒന്ന് ഈ കാണുന്നത് പോലെ ലോങ് വീഡിയോസ് ആണ് വരുന്നത്. ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു പ്ലാനിങ് ആവശ്യം വരും. കാരണം ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആവുമ്പോൾ നമ്മുടെ ലൈഫും ഈ കോണ്ടന്റ്സും തമ്മിൽ ഒരു ബാലൻസ് വേണമല്ലോ. അത് വരുന്ന രീതിയിൽ ഒരു മാസത്തേക്കുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഞാൻ 2 ആഴ്ചയിലൊരിക്കൽ ഒന്നിരുന്നിട്ട് ഫ്രെയിം ചെയ്ത് നോക്കും.
പിന്നെ 2 ഷോർട്സ് ആണ്. ഷോർട്സിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഷോർട്സ് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുക്കിങ്ങിന്റെ കുറച്ച് ഷോർട്സ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു 7 മാസമായിട്ട്. അപ്പോൾ അതിൽ കാണുന്ന എല്ലാ കാര്യമൊന്നും ഞാൻ ഡെയിലി ഉണ്ടാക്കുന്ന കാര്യമൊന്നും ആയിരിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു റെസിപ്പി ഒരു ഷോർട്ടിൽ പ്രസന്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഞാനത് 1-2 തവണ ട്രൈ ചെയ്ത് അത് സക്സസ്ഫുൾ ആയതിനു ശേഷമാണ് എനിക്കത് കാണിക്കാനായിട്ട് പറ്റുക. അപ്പൊ അതിന്റെ ബിഹൈൻഡ് കുറച്ചത് ട്രൈ ചെയ്യുക, അത് സക്സസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് നോക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരിക്കും. പിന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസവും വേണ്ടി വരും. അപ്പൊ അധികം ഇങ്ങനെ ഷോർട്സ് കുക്കിങ്ങിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതെന്റെ ദിവസത്തെ ഒരു ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ആയിട്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇരട്ടി പണിയായിരിക്കും ഞാൻ അത് ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഡിന്നർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് ലോങ് വീഡിയോന്റെയും ഷോർട്സിന്റെയും ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഷോർട്സ് കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ, അതുകൊണ്ട് എനിക്കിപ്പോൾ തോന്നുന്ന ഒരു ഷോർട്സ് എടുക്കാൻ തോന്നുകയാണെങ്കിൽ അങ്ങനത്തെ രീതിയിലും പ്ലാൻ ചെയ്യാത്ത രീതിയിലുള്ള ഷോർട്സ് എടുക്കാറുണ്ട്. പിന്നെ വരുന്ന ഒന്നാണ് ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ കൊളാബറേഷൻ എന്ന് പറയുന്ന കാര്യം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ ക്ലയൻസിനായിട്ട് കോൾസ് ഉണ്ടായിരിക്കും, മീറ്റിംഗ് ഉണ്ടായിരിക്കും, പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ 2 പേരും സംസാരിച്ച് എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു കോൺവെർസേഷന് ശേഷം നമ്മൾ 2 പേരും ഒരേ പേജിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കൊളാബറേഷൻ മുന്നോട്ട് പോവാന്ന് പറയും. അതിനുശേഷം പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് അയച്ചു തരും. ഞാനൊരു ഇപ്പോൾ അവരായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക ചിലപ്പോൾ ഒരു 3 വീക്സ് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റിന്റെ വീഡിയോ ലൈവ് പോകണമെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു 3 വീക്സ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ട് ഏകദേശം ഒന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതും കൂടെ എൻ്റെ ഈ ഒരു കാര്യത്തിൽ വരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് അതും ഒന്ന് പ്ലാൻ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഫേസ് പ്രൊഡക്ട്സ് ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതി ആണെങ്കിൽ അതും കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ വേറെന്താ ചെയ്യാറ്, വേറെ ഇപ്പോ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. ഇപ്പൊ തംബ്നെയിൽ ചെയ്യാനും സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പ്രൊമോഷന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ചെറിയ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ 1-2 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു കാര്യം ഒന്ന് എക്സിക്യൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു പരിപാടിയും കൂടെ ചെയ്യാറുണ്ട്. ഇപ്പൊ തംബ്നെയിൽ ചെയ്യുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈവ് ആവുന്നതിന്റെ തലേന്ന് നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് തംബ്നെയിൽ ഉണ്ടാക്കണം. അങ്ങനെ ചെറിയ കുട്ടി പരിപാടികൾ, ഒന്നും വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കോർഡിനേഷൻ ആവശ്യം വരുമല്ലോ, ആ ഒരു പരിപാടി. പിന്നെ ഇവിടെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ്. കാരണം എനിക്കിവിടെ ടാക്സും കാര്യങ്ങളൊക്കെ പേ ചെയ്യണമല്ലോ. അപ്പോൾ ഞാനൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ലോഗിങ് പരിപാടി എനിക്ക് വരാറുണ്ട്. ഇപ്പൊ ടാക്സ് കറക്റ്റായിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു കമ്പനിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഞാൻ ലോഗ് ചെയ്യണം. അത് ലേറ്റർ സ്റ്റേജിൽ ഗവൺമെന്റ് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റി ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ വർക്കും ടൈമും സ്കെഡ്യൂളും പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പ്രോപ്പറായിട്ട് ലോഗ് ചെയ്ത് ഓരോരോ ദിവസം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതെനിക്ക് ലോഗ് ചെയ്ത് വെക്കണം. അപ്പൊ അതൊക്കെയാണ് ബേസിക്കലി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഓവർവ്യൂ, ഞാൻ എന്താണ് ഒരു ദിവസം ചെയ്യുന്നത് എന്നുള്ളത്. ചുമ്മാ ഞാനിങ്ങനെ വിചാരിച്ചു എന്തൊക്കെയാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പറയണം എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ വരാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കുറച്ച് എന്താ പറയാ, വീഡിയോ പുതിയ ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് കുറച്ച് ഇങ്ങനെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പൊ കുറച്ചൊക്കെ കണ്ടന്റ്സ് റെഫർ ചെയ്യുക, അതിൻ്റെ ഒപ്പം ഈ കാണുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഉപയോഗിക്കാൻ പഠിക്കുക, അതിലൊന്ന് എഡിറ്റ് ചെയ്യാൻ പഠിക്കുക, അതിൽ 1-2 കോഴ്സ് ചെയ്യുക എഡിറ്റിങ്ങിൽ. അങ്ങനത്തെ പരിപാടി രസമുള്ള പരിപാടിയാണല്ലോ. അപ്പൊ അതൊക്കെ ഒരു ദിവസം ചെയ്യുന്നൊരു കാര്യമായിട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊക്കെയാണ് ചെയ്യാറുള്ള ഒരു കാര്യം. ഇഷ്ടത്തോടു കൂടെ ചെയ്യുന്നൊരു കാര്യമാവുകൊണ്ട് ഞാൻ അങ്ങനെ ഇന്ന സമയത്തേ ചെയ്യുള്ളൂ അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. എപ്പോഴൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴൊക്കെയാണ് എനിക്ക് ചെയ്യാൻ തോന്നുന്നത്, അതനുസരിച്ച് ഞാൻ എപ്പോഴും പലപ്പോഴും ചിലപ്പോഴും ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്, വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്നാലും ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്താണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. എവിടെയെങ്കിലും കുറച്ചു നേരം അടങ്ങിയിരുന്നാൽ എവിടുന്നൊക്കെയാണ് ഉറക്കവും ക്ഷീണവും ഒക്കെ വരുന്നതെന്ന് അറിയില്ല. ശരിക്കുള്ളതൊന്നും ആയിരിക്കില്ല, വെറുതെ എവിടെന്നെങ്കിലുമൊക്കെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ പോയി ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കട്ടെ. നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്.
നമ്മുടെ ലാസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യുന്നത് എന്നിങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയണം തോന്നിയ ഒരു കാര്യമായിരുന്നു കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇല്ലേ ചോറ്റുപാത്രം. അതിൻ്റെ കമൻറ്റ് സെഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കമൻസ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ ഞാൻ കുറച്ച് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡ്രെയിൻഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വളരെ കൺസേണിങ് ആയിട്ടുള്ള കുറേ കമൻസ് എനിക്കതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ചിന്തിച്ചോർത്ത് അമ്മമ്മ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു കമൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കണ്ട ഉടനെ ഞാൻ റിപ്ലൈ ചെയ്തത്. അമ്മമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല, ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഒരു കമൻറ്റ് പോലെ എനിക്കത് ഫീൽ ചെയ്തു. ഭയങ്കര എന്താ പറയുക, അത്രയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല എന്താ എനിക്ക് തോന്നിയെന്ന് പറയണം എന്നുള്ളത്. ഭയങ്കര ഒരു ഇത് തോന്നിയ ഒരു കമൻ്റ് ആയിരുന്നു എനിക്ക്. അത് കൂടാതെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ചില കമൻ്റ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത്, ഇങ്ങനെയൊക്കെ ഒരാൾ ചിന്തിക്കുമോ തോന്നുന്ന രീതിയിലുള്ള കമൻറ്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ. റോസിനെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചോറ്റുപാത്രം കുക്ക് ചെയ്യിക്കുകയാണെന്ന്. റോസ് ആരാ, എൻ്റെ അടിമയോ? ഞാൻ റോസിനെ അടിച്ചു ഇങ്ങോട്ട് ചോറ്റുപാത്രം കുക്ക് ചെയ്തെന്ന് പറയുമ്പോൾ വരാൻ വേണ്ടിയിട്ട്. റോസ് അല്ലെങ്കിൽ ഗീതു, ദീപ ചേച്ചി, അമ്മു ചേച്ചി, അച്ചു ചേച്ചി, ഇവര് എൻ്റെ അമ്മയോ അച്ഛനോ അനിയനോ ചേച്ചിയോ ചേട്ടത്തിയോ ആരുമല്ല, നമ്മൾ ഫ്രണ്ട്സാണ്. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹവും കെയറും കരുതലും താല്പര്യവും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. അത് എന്നില്ലാതെ ആവുന്നു അന്ന് നമ്മളെല്ലാവരും വേറെ വേറെ വഴിക്ക് പോവേണ്ടതാണ്. അല്ലാതെ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലാതെ അവൾക്കിന്ന് ചോറ്റുപാത്രം കുക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഒരാൾ ചെയ്യുമോ? ഇപ്പൊ നിങ്ങളെ ആരൊക്കെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുപോയിട്ട് വേറൊരാളുടെ വീട്ടിൽ അങ്ങനെ കുക്ക് ചെയ്യിക്കാൻ പറ്റുമോ? എനിക്കറിയാൻ പാടില്ല. എനിക്ക് ആ കമന്റ് ഭയങ്കര അതേ പറഞ്ഞു, എങ്ങനെയാണ് ആൾക്കാരൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്ത് ആ ഒരു കമന്റ് വായിച്ചപ്പോൾ വിഷ്ണു പറയായിരുന്നു ചില ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. ഭയങ്കര സെൽഫ്ലെസ് ആയിട്ട് നമുക്ക് ഫ്രണ്ട്സിനോടുള്ള താല്പര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കെയറും കൺസേണും ലവും ഒക്കെ ചില ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കാം എന്നാണ് വിഷ്ണു പറഞ്ഞത്. അതെനിക്ക് റീസണബിൾ ആയിട്ട് തോന്നി. എല്ലാവരുടെയും സിറ്റുവേഷൻ ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിചാരിച്ചാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞാനും റോസും കൂടെ വെറുതെ ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു പ്രാവശ്യം എന്തോ ഒരു ആഗ്രഹം വന്ന് എപ്പോഴോ ഒന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. പിന്നെ അതിനുശേഷം റോസ് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, നമുക്ക് ചോറ്റുപാത്രം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ടപ്പ് ചെയ്യുന്നുണ്ടായ ഒരു പ്ലാനായിരുന്നു. അതിൽ നമ്മൾ ചോറ്റുപാത്രം കുക്ക് ചെയ്തു. അതിൻ്റെ ഒക്കെ അപ്പുറം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതായത് എന്തൊക്കെയോ കമൻസ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല എങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതെന്ന്. ആൾക്കാരെല്ലാവരെയും ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി ഞാൻ പട്ടീനെ പോലെ പണിയെടുപ്പിക്കും, ഞാൻ അവിടെ പോയിട്ട് വെറുതെ മിണ്ടാതിരിക്കുന്നുള്ളതൊക്കെ. ഇതിനൊക്കെ എന്ത് ഉത്തരമാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മാസത്തിൽ ഒരു 8-9 ലോങ് വീഡിയോ ഇടുന്ന ഒരാളാണ്. ഈ 8-9 ലോങ് വീഡിയോയിൽ അധികം ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന കണ്ടന്റ്സ് ആണ് ഞാൻ അധികം പോസ്റ്റ് ചെയ്യാറ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ ഞാൻ കുറച്ച് പണിയെടുക്കട്ടെ ഇവിടെ നിങ്ങളൊന്ന് വീഡിയോ എടുക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് എനിക്കറിയില്ല പറയാൻ വേണ്ടിയിട്ട്. ബേസിക്കലി ഞാനൊരു കാര്യം പറയാം, നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമ്മളെ എല്ലാവരും ഇവിടെ ഒരുമിച്ച് നിർത്തുന്നത്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തും അവർക്ക് വേണ്ട സമയത്ത് അവൈലബിൾ ആയിട്ടും ഒക്കെയാണ്. അപ്പോൾ അതിൽ എൻ്റെ പരിചയത്തിൽ ഇവിടെയുള്ള ആർക്കും ഒരു ഇന്നർ തോട്ടോ ആർക്കും ആരെയും ഒരു പേടിയോ അല്ലെങ്കിൽ ഇവളെ ഒന്ന് ഉപദ്രവിക്കണം എന്നുള്ള ചിന്താഗതിയോ ഇതൊന്നും ഉള്ളവരില്ല. ഇതൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മളൊന്നും ഫ്രണ്ട്സായിട്ട് ഇരിക്കില്ല. ഇപ്പം ഏകദേശം 6-7 കൊല്ലമായി ഇവരെല്ലാവരെയും പരിചയപ്പെട്ടിട്ടും ഒപ്പായിട്ടും ഇതുവരെ അങ്ങനത്തെ തോട്ട്സ് ഒന്നും ആരുടെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സോ ഇതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മെൻഷൻ ചെയ്തിട്ടും പല ആൾക്കാർക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല. ഇതെല്ലാവരും ചിന്തിക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. വളരെ കുറച്ച് ആൾക്കാർ എന്തിനു വേണ്ടി അവരെ തന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചിന്തിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തീരെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ആൾക്കാരായിട്ട്. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ പോയി ലഞ്ച് കുക്ക് ചെയ്യട്ടെ. ഓക്കെ, ലഞ്ച് കുക്ക് ചെയ്യാൻ റോസിനെ കിട്ടുമോ എന്നാ ഒന്ന് വിളിച്ചു നോക്കിയോട്ടെ. ചപ്പാത്തിയും ചെറുപയർ കറിയും ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 കറികളാണ്. ഒന്ന് ചെറുപയർ കറിയും ഒന്ന് മുട്ടക്കറിയും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ അധികം ഞാൻ ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നാട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ചപ്പാത്തി റൊട്ടിമാറ്റിക് ഉണ്ടാക്കിക്കോളും, ചെറുപയർ കറി നമുക്ക് ഉണ്ടാക്കാം.
വിഷ്ണുവിന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ലഞ്ച് ബ്രേക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറ്. എനിക്ക് പക്ഷേ ഒരു 11:45 12 ഒക്കെ ആകുമ്പോൾ വിശന്ന് തുടങ്ങി. ഞാൻ അധികം ഒരു 12-15 അകത്ത് എൻ്റെ ലഞ്ച് കഴിയാറുണ്ട്. ഇന്ന് പക്ഷേ കുറച്ച് ലേറ്റായി പോയി, കാരണം വിഷ്ണുവിന് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തിനാണെന്നറിയില്ല, ചുമ്മാ ഒന്ന് കാത്തു നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും ചെറുപയർ കറിയും ക്യാരറ്റും കുക്കുംബറുമാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പഠനമാവാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളൊരു ഇൻസ്റ്റാ 360 വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ എടുപ്പും എഡിറ്റിങ്ങും എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് നോക്കാൻ ഇത്രയും കാലം ഒരു സമയവും സമാധാനവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാനിതൊന്ന് മൊത്തത്തിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അതിൽ എനിക്ക് വേണ്ട രീതിയിൽ വീഡിയോ എടുക്കുക എന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ബേസിക്കലി ഈ ഒരു വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ ചെയ്യുക, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള കാര്യം പഠിക്കാൻ നമുക്കൊരു താല്പര്യം കൂടുതലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് പഠനമാണ്. എനിക്കിങ്ങനെ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ കുറച്ച് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചില കോഴ്സസൊക്കെ എടുക്കുകയും ചെയ്യാറുണ്ട്. സമയം ദേ കുറച്ച് ഇരുട്ടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ ഗംഭീരമായ പാട്ടാണ് ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ ഗംഭീരമായ പാട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന് ഒരു 2 മണിക്കൂറൊന്നും അറിയാതെ ഉറങ്ങിപ്പോയി. ഇടയിൽ എന്നെ അച്ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചേച്ചിയുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അച്ചേച്ചിനെ ഫോഴ്സ് ചെയ്ത് ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്നു അങ്ങനെ പറയാമെന്ന്. അപ്പോൾ ആ ഉണ്ണിയപ്പം ഒന്ന് പോയി കളക്ട് ചെയ്യട്ടെ. ഗീതുവിനും പ്രദുവിനും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മളിവിടെ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് കവറിലോ ബോക്സിലോ ഒക്കെ ആക്കി വെക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പിക്ക് ചെയ്ത് ഗീതുവിനും പ്രദുവിനും കൂടെ ഒന്ന് കൊടുക്കട്ടെ. ഇന്ന് വിഷ്ണുവിൻ്റെ കുക്കിംഗ് ഡേ ആണ്. വീക്ക്ലി ഒരു ദിവസം വിഷ്ണുവും ബാക്കി എല്ലാ ദിവസവും ഞാനുമാണ് ഡിന്നർ കുക്ക് ചെയ്യാറ്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേസ് പൊതുവെ വിഷ്ണുവിൻ്റെ കുക്കിംഗ് ഡേ ആണ്. വിഷ്ണു ഒന്ന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ടൊമാറ്റോ റൈസ് വിഷ്ണു ആദ്യമായിട്ട് ഉണ്ടാക്കുന്നല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വക ടൊമാറ്റോ റൈസ്. അപ്പോൾ വിഷ്ണുവിന് ഏകദേശം ഒരു എപ്പോഴാണ് പോകേണ്ട? 8:15. വിഷ്ണുവിന് 8:30 ആകുമ്പോൾ സ്വിമ്മിങ്ങിന് ഇറങ്ങണം കേട്ടോ. അതാണ് നമ്മളിന്ന് രാവിലെ ജിമ്മിൽ പോകാതിരുന്നത്. കാരണം ഓൾറെഡി ഒരു വർക്കൗട്ട് വിഷ്ണുവിന് വരുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മെയിൻ വർക്കൗട്ട് സ്വിമ്മിങ് ആണ്. വിഷ്ണു ഇവിടെ സ്വിമ്മിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഒളിമ്പ്യനാണ് വിഷ്ണുവിനെ പഠിപ്പിക്കുന്നത്. ആഴ്ചയിലൊരു ക്ലാസ്സാണ്, അങ്ങനെ 10 ക്ലാസ്. അതിൻ്റെ ഒപ്പം എന്താ പറയുക, ട്രെയിനിങ്ങും എല്ലാം കൂടെ മൊത്തത്തിൽ ഒരു 30 ക്ലാസ് വരുമായിരിക്കും. നമുക്കവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതും എല്ലാം കൂടെ ആയിട്ട്. സ്വിമ്മിങ് അറിയുന്ന ആൾക്കാർക്കാണ് പുള്ളി പഠിപ്പിക്കുള്ളൂ കേട്ടോ. ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. എൻ്റെ സ്വിമ്മിങ് എന്തായെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഞാൻ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ മെല്ലെ പറയാം. തൽക്കാലം വിഷ്ണു കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ പോയി അച്ചേച്ചിയുടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഗീതുവിനും പ്രദുവിനും കൂടെ കൊടുത്തിട്ട് വരാം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാനും കൂടെ വിഷ്ണുവിനെ ഹെൽപ്പ് ചെയ്യും. എന്നാലാണ് പെട്ടെന്ന് തീരുള്ളൂ. സമയം 6:15. ഒരു 7:15 7:30 ആകുമ്പോഴേക്കെങ്കിലും നമുക്ക് ഡിന്നർ കഴിക്കണം. അപ്പോൾ പോകാം. പോട്ടെ ഞാൻ പോയിട്ട് വരേ. ഇതിനോട് സാലഡ് വേണ്ടേ? പക്ഷെ തൈരില്ല. വാങ്ങിച്ചിട്ട് വരൂ. എനിക്ക് വെള്ളം വാങ്ങിക്കണം. വെള്ളം ഇപ്പൊ ഗാർലിക് യോഗട്ട് വെള്ളം ഞാൻ കാര്യം പറഞ്ഞിട്ടേക്ക് വയ്യ. ഞാൻ വേറെ കൂട്ടാൻ വളക്കാതിരിക്കാനെ കൊണ്ടൊരു സാധനമാണല്ലോ അത്. 6 മണിയായിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഇരുട്ടാവുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 5 മണി 5:15 5:30 ആവുന്നുണ്ട് ഇരുട്ടായി വരാൻ. ഹലോ. ഉണ്ണിയപ്പം നമ്മൾ പിക്ക് ചെയ്തു. കഴിക്കാനുള്ളൊരു സമാധാനം ഉണ്ടായില്ല, കാരണം ഞാൻ പാർക്ക് ചെയ്തിട്ടില്ല പ്രോപ്പർലി. അപ്പോൾ ഞാൻ ഗീതുവിനും പ്രദുവിനും കൂടെ കൊടുത്തിട്ട് മെല്ലെ ആൽബർട്ടൈനിൽ കയറി വിട്ടു. ഓർഡർ സാർ. അപ്പൊ ടാറ്റ. പ്രദുവിന് മൂക്കൊലിപ്പാണ് കേട്ടോ. മൂക്കൊലിപ്പ് അതാണ് ഇടയ്ക്ക് ലാപ്ടോപ്പ് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല. ഇല്ല, പനിയുള്ളവർക്കൊക്കെ നെയ്യുള്ള എണ്ണയുള്ള സാധനം കഴിക്കാൻ പാടില്ല. പ്രദുവിന് ഹെവി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഉണ്ണിയപ്പം ഇസ് വെരി ഹെവി, പ്രത്യേകിച്ച് ഈ വെതറില്. അതെ, പ്രത്യേകിച്ച് ഇവിടെ മറ്റേ എണ്ണയൊക്കെ ജാമായി മൂക്ക് ഇങ്ങനെ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇവിടെ ഇവരുടെ വീടിന്റെ അടുത്ത് ഒരു 2 മിനിറ്റിൽ ഒരു ആൽബർട്ടൈൻ ഉണ്ട്. അവിടെ പോണോ അതോ നമ്മുടെ വീടിന്റെ അവിടെ ആൽബർട്ടൈനിൽ പോണോ?
എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് സ്ക്രോൾ ചെയ്തിട്ടാണ് തോന്നുന്നു എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പം എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ എനിക്ക് കാര്യങ്ങളിൽ ഫീൽ ചെയ്യുന്നു. കുറച്ചും കൂടെ സമാധാനം, കാര്യം ചെയ്യാൻ കുറച്ചും കൂടെ സമയമൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ആൽബർട്ടൈനിൽ നല്ല കുറേ ചെടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്പ്രിംഗ് ഒക്കെ ഇങ്ങനെ തുടങ്ങാനായില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ TV ഏരിയ അല്ലേ യൂണിറ്റ്, അതിൻ്റെ സൈഡിൽ എനിക്കൊരു വലിയ ചെടി വെക്കണം എന്നൊരാഗ്രഹമുണ്ട്. നമ്മൾ മീൽ പ്ലാൻ ചെയ്യുമ്പോൾ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വിഷ്ണു കുക്ക് ചെയ്യാൻ നിങ്ങൾ ഏറ്റെടുക്കും. എന്നിട്ട് ഇപ്പൊ ഞാനല്ലോ ഇതൊക്കെ മുറിക്കണത്. ചുമ്മാ വിഷ്ണുവിനൊന്ന് ചൊറിഞ്ഞതാണ്, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. വിഷ്ണു തന്നെയാണ് അധിക വ്യാഴാഴ്ചകളിലും കുക്ക് ചെയ്യാറ്. സാറ്റർഡേയും വിഷ്ണു കുക്ക് ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ വിഷ്ണു കുക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ കടലക്കറിയും മീൻകറിയൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ രണ്ടുപേരും മാത്രം വേറൊരു രാജ്യത്തൊക്കെ താമസിക്കുമ്പോഴേ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ അറിയണം എന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ ഒരു രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കി വന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെയൊക്കെ ഇപ്പോൾ ക്ലീനിങ്ങിൽ ഇൻവോൾവ് ആവാറുണ്ട്. വിഷ്ണു കുക്ക് ചെയ്യുന്ന ദിവസം ഞാൻ ക്ലീൻ ചെയ്യും, അങ്ങനെയാണ്. കുക്കിംഗ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങി. അതുകൊണ്ടൊരു പഴം അങ്ങോട്ട് മൊത്തമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൽക്കാലം നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. വിഷ്ണു പെട്ടെന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. കാരണം വിഷ്ണു ഇനി അറ്റ്ലീസ്റ്റ് ഒരു 1-1.5 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് സ്വിമ്മിങ് പറയാനുള്ളൂ, കുറച്ചൊന്ന് ഡൈജസ്റ്റ് ആവുള്ളൂ. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു പഴം എടുത്ത് വിഴുങ്ങിയതുകൊണ്ട് എനിക്ക് വിശക്കണല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് മേലെ കഴിക്കാന് ശേഷം കഴിക്കാം എന്നാണ്. സ്വിമ്മിങ്ങിന് ഇതേ റെഡിയായി പോകുന്നു എൻ്റെ മിയോൻ. എന്തൊരു തിരക്കാണോ എനിക്ക്. ആണോ? തീരുമാനമാക്കിയിട്ട് വരണേ. ഞാൻ നേരത്തെ കുളിക്കാൻ കയറിയെങ്കിലും കുളി മുഴുവനാക്കിയിട്ടുണ്ടായില്ല. എൻ്റെ ഇടയിൽ വിഷ്ണു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോറൊക്കെ അടയ്ക്കാൻ താഴെ വരണം. അതുകൊണ്ട് പോയിട്ട് വേണം എനിക്ക് കുളിക്കാൻ. എന്താണ് ഒളിമ്പ്യൻ്റെ പേര്? ലേഡിയാണോ? ലേഡി ഒളിമ്പ്യനാണ് വിഷ്ണുവിനെ ട്രെയിൻ ചെയ്യുന്നത്. വിഷ്ണു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സ്വിമ്മിങ്ങിന് പോയി. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഞാൻ ഡിന്നർ കഴിച്ചിട്ടില്ല. ഇപ്പം ഡിന്നർ നേരത്തെ കുക്ക് ചെയ്ത് വെക്കെങ്കിലും വിശപ്പ് അങ്ങോട്ട് സെറ്റ് ആവാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പഴമൊക്കെ കഴിച്ച് ഒന്ന് കുളിച്ച് വന്നപ്പോൾ ഇപ്പം ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട്. ഞാൻ ഡിന്നർ കഴിക്കട്ടെ. എനിക്ക് വിഷ്ണു വരുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാനുണ്ട്. കാരണം ഇന്ന് നമ്മുടെ മൂവി നൈറ്റ് ആണ്. നമ്മൾ തേഴ്സ്ഡേ ഈവനിങ് ആണ് നമ്മുടെ മൂവി നൈറ്റ്, തേഴ്സ്ഡേയും ഫ്രൈഡേയും. ബാക്കി എല്ലാ ദിവസവും വിഷ്ണുവിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് അതിന് മുന്നേ എനിക്ക് ഉച്ചയ്ക്ക് വേണ്ടതുപോലെ മുഴുവൻ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് തീർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഷട്ടപ്പടയിൽ പോയി ലഞ്ച് കഴിച്ച് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഈ വീഡിയോൻ്റെ ഡ്യൂറേഷൻ കുറച്ചധികം കൂടിപ്പോയില്ലേ. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പല സാധനങ്ങളും കളഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് എന്തോ അതെല്ലാം ഈ ഒരു വീഡിയോയിൽ വേണം എന്നുള്ളൊരു ഫീല്. അതുകൊണ്ട് എല്ലാം അങ്ങോട്ട് വെച്ചതായിരുന്നു. ഞാൻ ടൊമാറ്റോ റൈസും മുട്ട വറുത്തതും പിന്നെ സാലഡും കഴിച്ചു. അതിനുശേഷം ക്ലീനിങ് പരിപാടിയും കൂടെ ചെയ്തിട്ട് നമ്മൾ രാവിലെ ചെയ്ത കുറച്ച് പരിപാടികളുടെ പെൻഡിങ് പരിപാടികൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് മെല്ലെ അങ്ങോട്ട് കിടക്കാം. റാൻഡമായിട്ട് ഫോൺ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഷോർട്സ് സ്ക്രോൾ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു വലിയ കാര്യം എന്താണെന്നറിയോ, എനിക്കിഷ്ടം പോലെ സമയമുണ്ട് ഒരു ദിവസം ഒരു കാര്യം ചെയ്യാൻ. പിന്നെ കുറേ പുതിയ കാര്യങ്ങൾ ചെയ്യാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഭയങ്കര ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ളത് പോലെയും തോന്നുന്നു. അങ്ങനെ ഉണ്ടായി നീന്തൽ. ഇത്ര സമയം എങ്ങനെ ഉണ്ടായി നീന്തൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഇതന്നെ എനിക്കും ഉണ്ടാവാറ്. വിഷ്ണു ചെറുപ്പത്തിലേ നീന്തൽ പഠിച്ചതുകൊണ്ട് എന്നെപ്പോലെ അങ്ങനെ വെള്ളത്തിനോട് ഒരു പേടിയൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ വെള്ളം അനക്കാതെ അടിയിൽ കൂടെ പോവുക, ഇങ്ങനെ ഫ്രോഗിൻ്റെ രീതിയിൽ നീന്തുക, അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ബാക്കി എല്ലാവരും കുറച്ച് എക്സ്പേർട്സ് ആവുകൊണ്ട് ടീമിൻ്റെ ഒപ്പം മൊത്തം ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് വിഷ്ണുവിന് പറ്റിയിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ ട്രെയിനിങ്സ് എടുക്കണം എന്നാണ് അവർ കൊടുത്തിട്ടുള്ള ഫീഡ്ബാക്ക്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ തമ്മിലിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചുമ്മാ ഒരു മെൻ്റൽ പീസിന് വേണ്ടി ഒരു ദിവസം എല്ലാം ഒന്ന് കഴിഞ്ഞ് തീർക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം ഒന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ച് ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു 5 മിനിറ്റ്, 5 ഉണ്ടാവാറില്ല, 5-6 മിനിറ്റ് ചുമ്മാ ഒന്ന് ഇരിക്കാറുണ്ട്. അതിനുശേഷം നമുക്ക് നാളത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യാം കേട്ടോ.
നമ്മൾ കുറച്ച് കാലമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്ന ചില റുട്ടീൻസൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ സ്വഭാവത്തിൻ്റെ വരെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒന്നാണ് ഡെയിലി അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കുക, എല്ലാ നേരവും പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞതുപോലെ നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും എനിക്ക് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ ചെറുതായിട്ട് ജേർണലിങ്ങും കൂടെ ചെയ്യാറുണ്ട് കേട്ടോ. മാരകമായി എങ്ങനെ ജേർണലിങ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എൻ്റേതായ രീതിയിൽ ഞാൻ കുറച്ച് എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ കുറച്ച് പരിപാടികൾ ചെയ്യാറുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിന്ന് മൂവി നൈറ്റാണ്. ഇന്ന് നെസ്ലിൻ്റെ ഒരു പടം വന്നിട്ടുണ്ടല്ലോ, ഐ ആം കാതലൻ, അത് കാണാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നടക്കുമെന്ന് എനിക്കറിയില്ല. ഡിസ്കഷന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു മൂവിയൊക്കെ കേട്ടോ. ഇതൊരിക്കലും വിഷ്ണു മുന്തിരി കണ്ടിട്ടുള്ള ചിരിയല്ലേ, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വിചാരിച്ചായിരുന്നു, ഫോണിലെന്തോ കണ്ടിട്ട് ചിരിച്ചതാണ്. അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ ഒരു വലിയ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റാ.